DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് 8 വെള്ളി. ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ്, സംസ്ഥാനത്തെ വേനൽമഴ ശക്തമാകുകയാണ്. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കണ്ണൂർ ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. മെയ് 11 വരെ കേരളത്തിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മെയ് 10 തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിലാണ് മുന്നറിയിപ്പുള്ളത്. മഴയ്ക്കൊപ്പം ഇടിമിന്നലും ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അടുത്ത അറിയിപ്പ്, സംസ്ഥാനത്ത് സ്വർണ്ണവില ഇന്ന് നേരിയ തോതിൽ കുറഞ്ഞിരിക്കുകയാണ്. 2 ദിവസത്തിനിടെ 4 തവണ കുതിച്ചു ചാടിയതിനു ശേഷമാണ് ഇന്ന് നേരിയ ഇടിവ് രേഖപ്പെടുത്തിയത്. ഗ്രാമിന് 30 രൂപ താഴ്ന്ന് 13,995 രൂപയും പവന് 240 രൂപ കുറഞ്ഞ് 1,11,960 രൂപയുമാണ് ഇന്നത്തെ സ്വർണ്ണവില. അടുത്ത അറിയിപ്പ്, കേരളത്തിൽ പുതിയ സർക്കാർ തിങ്കളാഴ്ചയോടുകൂടി വരുമെന്നാണ് ഏറ്റവും അവസാനം ലഭിക്കുന്ന ഇൻഫർമേഷൻ. കഴിഞ്ഞ ഒരു മാസമായി സംസ്ഥാനത്ത് തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടവും പുതിയ സർക്കാരിന് വേണ്ടിയുള്ള കാത്തിരിപ്പും മൂലം ഭരണപരമായ കാര്യങ്ങളൊന്നും നടക്കുന്നുണ്ടായില്ല. അടുത്ത തിങ്കളാഴ്ചയോടെ സർക്കാർ സംവിധാനങ്ങൾ സജീവമാകുമെന്നാണ് പ്രതീക്ഷ. 5 വർഷം കൊണ്ട് ക്ഷേമ പെൻഷൻ 3,000 രൂപയായി ഉയർത്തുമെന്ന് UDF വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിലും സംസ്ഥാനത്തെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി കാരണം നിലവിലെ പെൻഷൻ തുകയായ 2,000 രൂപ തന്നെ തുടരാനാണ് സാധ്യത. മെയ് മാസത്തെ പെൻഷൻ വിതരണത്തിനുള്ള ഉത്തരവുകൾ മുൻ സർക്കാർ അധികാരമൊഴിയുന്നതിന് മുൻപ് തന്നെ ഇറക്കിയിട്ടുണ്ട്. പുതിയ സർക്കാർ അധികാരമേറ്റയുടനെ വലിയ താമസമില്ലാതെ ഈ തുക അക്കൗണ്ടുകളിലും കൈകളിലും എത്തുന്നതാണ്. അടുത്ത അറിയിപ്പ്, സംസ്ഥാന നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട 11 വനിതാ ജനപ്രതിനിധികൾക്കുള്ള ആദരസൂചകമായി വനിതാ ഉപഭോക്താക്കൾക്ക് മെയ് 11 മുതൽ 11 ദിവസത്തേക്ക് 11 തിരഞ്ഞെടുത്ത ശബരി ഉൽപ്പന്നങ്ങൾക്ക് 11% വിലക്കുറവ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് സപ്ലൈകോ. ശബരി വെളിച്ചെണ്ണ, അപ്പംപൊടി, പുട്ടുപൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളകുപൊടി, മല്ലിപ്പൊടി, കടുക്, ജീരകം, ശബരി ഗോൾഡ് ചായപ്പൊടി, ഹോട്ടൽ ബ്ലെൻഡ് ചായപ്പൊടി തുടങ്ങിയ നോൺ സബ്സിഡി ഉൽപ്പന്നങ്ങൾ 11% വിലക്കുറവിൽ 21 വരെ വനിതാ ഉപഭോക്താക്കൾക്ക് ലഭിക്കും. അടുത്തറിയിപ്പ്, സാമ്പത്തിക ഇടപാടുകൾ കൂടുതൽ സുതാര്യമാക്കുന്നതിനും കള്ളപ്പണം വെളുപ്പിക്കുന്നത് തടയുന്നതിനുമായി ആദായനികുതി വകുപ്പ് കൊണ്ടുവരുന്ന നിർദ്ദേശങ്ങൾ പ്രകാരം ബാങ്കുകളിലെന്ന പോലെ തന്നെ പോസ്റ്റ് ഓഫീസുകളിലും ഇനി പാൻ കാർഡ് വിവരങ്ങൾ നിർബന്ധമാണ്. വർഷങ്ങളായി ചെറിയ തുകകൾ സമ്പാദ്യമായി പോസ്റ്റ് ഓഫീസിൽ നിക്ഷേപിക്കുന്ന സാധാരണക്കാർ പോലും വലിയ തുകയുടെ ഇടപാടുകൾ നടത്തുമ്പോൾ ഈ നിയമം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രധാനമായും ഒരു ദിവസം 50,000 രൂപയിൽ കൂടുതൽ നിക്ഷേപിക്കുന്നവർക്ക് പാൻ കാർഡ് നിർബന്ധമാക്കുകയാണ്. കൂടാതെ ഒരു സാമ്പത്തിക വർഷത്തിൽ നടത്തുന്ന ആകെ പണമിടപാടുകൾ 10 ലക്ഷം രൂപ കടന്നാലും പാൻ വിവരങ്ങൾ സമർപ്പിക്കേണ്ടി വരും. അതിനാൽ ഗുണഭോക്താക്കൾ ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്തറിയിപ്പ്, LPG സിലിണ്ടർ ഉപഭോഗം സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ ഈ വർഷം മാർച്ചിൽ ഒരു നിർണായക ഉത്തരവിറക്കിയിരുന്നു. PNG ഗ്യാസ് കണക്ഷനിലേക്ക് മാറിയില്ലെങ്കിൽ LPG സിലിണ്ടർ വിതരണം അവസാനിപ്പിക്കുമെന്നായിരുന്നു ഉത്തരവ്. LPGയിൽ നിന്ന് PNG കണക്ഷനിലേക്ക് മാറാൻ 90 ദിവസമായിരുന്നു നൽകിയ സമയപരിധി. ഈ കാലാവധി ജൂണിൽ അവസാനിക്കാൻ പോവുകയാണ്. PNG കണക്ഷൻ ലഭിക്കാൻ ഓൺലൈനായി അപേക്ഷിക്കാൻ സാധിക്കും. ഇതിനായി ആദ്യം ഗ്യാസ് വിതരണ കമ്പനിയുടെ വെബ്സൈറ്റിൽ പ്രവേശിക്കണം. തുടർന്ന് പുതിയ PNG കണക്ഷൻ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. ഇതിനുശേഷം പേര്, വിലാസം, മൊബൈൽ നമ്പർ, ആധാർ നമ്പർ തുടങ്ങിയ വിവരങ്ങൾ നൽകണം. തുടർന്ന് രേഖകൾ അപ്ലോഡ് ചെയ്യുക. ഇതിനുശേഷം രജിസ്ട്രേഷൻ ഫീസ് അടയ്ക്കണം. ഇതോടെ ഒരു റെഫറൻസ് നമ്പർ ലഭിക്കും. തുടർന്ന് പരിശോധനയ്ക്ക് ശേഷം ഗ്യാസ് വിതരണ കമ്പനി നിങ്ങളുടെ വീട്ടിലെത്തി പൈപ്പ് ലൈനും മറ്റും അനുബന്ധ സാമഗ്രികളും ഘടിപ്പിക്കും. PNG കണക്ഷനുള്ള സ്ഥലങ്ങളിൽ താമസിക്കുന്നവരാണ് PNG കണക്ഷൻ എടുക്കണമെന്ന് സർക്കാർ അറിയിച്ചിരിക്കുന്നത്. അല്ലാത്തവർക്ക് LPG സിലിണ്ടർ ലഭിക്കുന്നതാണ്. വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.